വളർത്തുന്ന ദൈവം, തകർക്കുന്ന മനുഷ്യൻ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ദൈവത്തെക്കുറിച്ച് ചില തെറ്റായ കാഴ്ചപ്പാടുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലൊരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ബൈബിൾ 92 സങ്കീർത്തനത്തിൽ 12 തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്: നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബനോനിലെ ദേവദാരു പോലെ അവൻ വളരും. അപ്പോൾ ദൈവത്തിൻ്റെ മകനെ, ദൈവത്തിൻ്റെ മകളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച് ഉയർത്തും എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ഒരു പദ്ധതിയാണ് നമ്മളെ വളർത്തണം, നമ്മളെ ഉയർത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19-20 തിരുലിഖിതങ്ങൾ: എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് വേണ്ടി സകലതും ഞാൻ നിങ്ങൾക്ക് മുമ്പേ, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, അതെല്ലാം നിങ്ങൾക്ക് തന്ന് എൻ്റെ ഒപ്പത്തിനൊപ്പം നിങ്ങളെ ഇരുത്താനും നിങ്ങളെ നടത്താനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം അനുഗ്രഹിച്ച് ഉയർത്തി, നല്ല വിധത്തിൽ പഠിപ്പിച്ചു, നല്ല സ്കൂളിൽ കൊണ്ടാക്കി. അതായത് നമുക്ക് മുമ്പേ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമുക്ക് മുമ്പേ നടന്ന് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഒരുക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31 തൊട്ട് 34 വരെ വാക്യങ്ങൾ. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്നതുപോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് വേണ്ടി ദൈവം ആദ്യം പോയി നമുക്ക് വേണ്ടി സ്ഥലം കണ്ടുപിടിച്ചു. അത് പക്ഷേ എന്നിട്ട് കർത്താവ് പറയാണ്, പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഹങ്കാരം കാരണം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയും, ഞാനാണ് പോയി സ്ഥലം കണ്ടുപിടിച്ചത്, ആനേനെ കുന്തി മാറ്റിയിട്ട് ഇവിടെ വന്നതാ എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകൾ ഉണ്ടാകാൻ വേണ്ടി ആദ്യം പോയത് ദൈവമാണ്. നിങ്ങൾക്ക് നടക്കാൻ നല്ല റോഡുണ്ടാകാൻ വേണ്ടി ആദ്യം മുമ്പേ നടന്ന ദൈവമാണ്. നിങ്ങൾക്ക് ആരാധിക്കാൻ നല്ല ദേവാലയം ഉണ്ടാകാൻ വേണ്ടി ആദ്യം മുമ്പേ നടന്ന ദൈവമാണ്. ജെറമിയായുടെ പുസ്തകം 3-ാം അധ്യായം 19-20 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കെല്ലാം തരാൻ വേണ്ടി മുമ്പേ നടക്കുന്നു, നിങ്ങൾക്കെല്ലാം വേഗം ഏൽപ്പിച്ചു തരാൻ. ഒരു മകനോ മകളോ പ്രായപൂർത്തിയായെന്നാൽ ആ സ്വത്തെല്ലാം വേഗം വിഭജിച്ച് ആ മക്കൾക്ക് വേഗം ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തത്രപ്പെടുന്ന നല്ലൊരു അപ്പനെ പോലെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേഗം ഏൽപ്പിച്ചു തരാൻ കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്ന എത്രയേറെ ആഗ്രഹിച്ചു. ജെറമിയ 3:19-20 വാക്യങ്ങൾ. എന്നിട്ട് അവിടെ പറയുന്നത് എങ്ങനെയാണ്: നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും എൻ്റെ മാർഗം ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഇസ്രായേൽ ഭവനമേ, അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നീ എന്നിൽ നിന്ന് അകന്നുപോയി. ഭാര്യയുടെ ഹൃദയം ഭർത്താവിൽ നിന്ന് അകന്നു പോയിട്ട് വേറെ ആളുകളിൽ ചെന്ന് കുടുങ്ങുന്നത് പോലെ നിൻ്റെ ഹൃദയം ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി വേറെ സ്ഥലത്ത് പോയി കുടുങ്ങി. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ഒട്ടും താല്പര്യമില്ല, വേറെ ഒരു സ്ത്രീയോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റാണ്, വേറൊരു പുരുഷനോടാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൂടുതൽ താല്പര്യം. ആ പുരുഷൻ്റെ കാര്യം പറയുമ്പോൾ 1000 നാവ്, നിങ്ങളുടെ കാര്യം പറയുമ്പോഴത്തേനും ഒരു വക്രിച്ച മുഖം. അങ്ങനത്തെ ഒരു ജീവിത പങ്കാളിയുടെ കൂടെ താമസിക്കുമ്പോൾ ഉള്ള മാനസിക വേദന ചിന്തിച്ച് നോക്ക്. ദൈവം പറയുകയാണ്, ഇക്കാലം അത്രയും ഞാൻ അതാ സഹിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. ഞാനിങ്ങനെ എല്ലാം ഒരുക്കി നിങ്ങളെ സ്നേഹിച്ച് അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അവിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ മറക്കുന്നു, എന്നെ അവഗണിക്കുന്നു, ഉപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കർത്താവെ ഞങ്ങൾ അങ്ങേ ഉപേക്ഷിക്കുന്നത്? ഞങ്ങൾ പള്ളിയിൽ വരുന്നുണ്ട്, ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, ഞങ്ങളൊരുവിധം നന്നായിട്ട് തന്നെ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അങ്ങേ ഉപേക്ഷിച്ചു എന്ന് അങ്ങ് പറയണത് എന്ന് കർത്താവിനോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: ഇതിൽ ആർക്കെല്ലാം ഞാൻ കൂടുതൽ കഴിവ് നൽകിയോ, ആർക്കെല്ലാം കൂടുതൽ ബുദ്ധി നൽകിയോ, ആർക്കെല്ലാം കൂടുതൽ സമ്പത്ത് നൽകിയോ, ആർക്കെല്ലാം നല്ല ആരോഗ്യം നൽകിയോ, ആർക്കെല്ലാം നല്ല സൗന്ദര്യം നൽകിയോ, അവർ ആ സൗന്ദര്യം ഉപയോഗിച്ച് എന്നെ പരിത്യജിച്ച് അനേകരെ പാപത്തിലേക്ക് കൊണ്ടുപോയി. കർത്താവ് പറയാണ്, സ്വർഗത്തിൽ ആദ്യം കർത്താവ് മാലാഖമാരെ സ്നേഹിച്ച് അതിലൊരു മാലാഖേനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ മാലാഖയുടെ പേരാണ് ലൂസിഫർ. ആ ലൂസിഫറിനെ കാണുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്, സ്നേഹമാണ്, പിന്നെ കൊടുക്കണമെന്ന് തോന്നുകയാണ്. ആ ലൂസിഫർ ഇങ്ങനെ വെറുതെ പോയാൽ മതി, കർത്താവിന് ആനന്ദം ഉണ്ടാവും. അതേമാതിരി കർത്താവ് അങ്ങോട്ട് സ്നേഹിച്ചു. ലൂസിഫർ തിരിച്ചും കുറേ കാലം സ്നേഹിച്ചിരുന്നു, ആദ്യം കുറേ കാലം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റപ്പായി. ലൂസിഫർ നോക്കുമ്പോൾ ലൂസിഫറും ദൈവം ഏതാണ്ട് ഒരുപോലെ ആയ ഒരു മട്ടായി. ഉടനെ ലൂസിഫറിൻ്റെ ഹൃദയം കർത്താവിനെ ഉപേക്ഷിച്ചു. ലൂസിഫർ അവൻ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി, ദൈവത്തോട് ധിക്കാരം കാണിക്കാൻ തുടങ്ങി. അവൻ അധപ്പതിച്ച് പിശാചായി മാറി. അവൻ മാറി. അവനുണ്ടായ പാപത്തിൻ്റെ പേരാണ് ദൈവനിഷേധം, ദൈവത്തോട് മാത്സര്യം. ഒരു കാര്യം വന്ന് ഏറ്റവും ആദ്യം ദൈവത്തെ അങ്ങ് ഉപേക്ഷിക്കും. പരീക്ഷ വന്ന് ഏറ്റവും ആദ്യം പ്രാർത്ഥന അങ്ങ് വേണ്ടെന്ന് വെക്കും, കുർബാനയ്ക്ക് അങ്ങ് പോകണ്ടെന്ന് വെക്കും. നിഷേധം, ദൈവത്തോട് മാത്സര്യം. ആർക്കാ? സാധാരണ രോഗമുള്ളവർക്ക്, ക്ഷീണമുള്ളവർക്കൊന്നും അല്ല. ഒരു കേടുമില്ലാത്തവർക്കും ബുദ്ധിയുള്ളവർക്കും കഴിവുള്ളവർക്കും പണമുള്ളവർക്കും എല്ലാം ഉള്ളവർക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലും. അത് പ്രിയപ്പെട്ട സഹോദരൻ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അൽമായർ മാത്രമല്ല, എല്ലാ ജീവിതാന്തസ്സിലും പെട്ട മേഖലകളിൽ ഇതുണ്ട്. ഇത്തിരി സംസാരിക്കാനും പ്രസംഗിക്കാനും കഴിവുണ്ടെങ്കിൽ ഉടനെ അനേക ആത്മാക്കളെ സഭയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന പ്രത്യേക തരത്തിലുള്ള മാത്സര്യത്തിലേക്ക് കടക്കുകയാണ്. പിന്നെ അനുസരിക്കാൻ പറ്റില്ല, പിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, പിന്നെ ഹൃദയം തുറക്കാൻ പറ്റില്ല. മാത്സര്യം, ധിക്കാരം, കൊമ്പ് കുറക്കുന്ന സ്വഭാവം, ദൈവത്തോടും ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളോടും. നിങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ ചിന്തിക്കണം. അത് ചെറിയ കുട്ടികൾ തൊട്ട് സർവ്വമണ്ഡലങ്ങളിൽ ഇത് വ്യാപിച്ച് കിടപ്പുണ്ട്. ഒന്ന് ചൊല്ലി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് മാത്സര്യം തുടങ്ങുന്ന 4 പ്രധാന മേഖലകളുണ്ട്. 4 ആ മേഖലകളിൽ ഒരു മനുഷ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ അവൻ്റെ ആത്മാവ് വളരെ കഠിനമായി പരീക്ഷിക്കപ്പെട്ടിട്ട് ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങും അവിടെ വെച്ച്. അതിൽ ഒന്നാമത്തെ മേഖലയാണ് ജീവിതത്തിൽ കഠിനമായ തരത്തിലുള്ള അപ്രതീക്ഷിതമായ തകർച്ചകൾ വരും. അത് ദൈവം തന്നെ നമുക്ക് കൂടുതൽ അനുഗ്രഹം തരാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണത്. നമുക്ക് കൂടുതൽ ഉയർച്ച, കൂടുതൽ അനുഗ്രഹം അതിനുവേണ്ടി ദൈവം ഒരുക്കി. ദൈവം എനിക്ക് എന്ത് തന്നാലും എനിക്ക് സന്തോഷം എന്ന് പറയാൻ നമുക്ക് പറ്റണില്ല. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനെതിരായി തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന് കഠിന ദുരിതങ്ങൾ വരുമ്പോൾ ഇത്ര നാളും അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തിയ ദൈവത്തെ പെട്ടെന്ന് മറക്കുക. എന്നിട്ട് മാത്സര്യത്തിൻ്റെ വഴിയിലേക്ക് അവൻ നിലംപതിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തനായ ജോബിനെയാണ്. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും
500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും അവന് ഉണ്ടായി. വലിയ ഉസ് ദേശത്തെ, മധ്യപൗരസ്ത്യ ദേശത്തെ വലിയ ഒരു ധനികനാണ് ജോബ്. ജോബിന് നല്ലൊരു ഭാര്യ, ധാരാളം മക്കൾ, സന്താന പുഷ്ടിയുള്ള കുടുംബം, അങ്ങനെ മക്കൾക്ക് നല്ല ആരോഗ്യം, അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു വരികയാണ്. ജോബ് ചെയ്യുന്നതെല്ലാം അനുഗ്രഹമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം വേലി കെട്ടി ജോബിനെ സംരക്ഷിക്കുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ സാത്താൻ ദൈവത്തോട് പറഞ്ഞു, അതെ, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുമ്പോഴല്ലേ ജോബിൻ്റെ സ്നേഹം. ജോബിന് ശരിക്കുള്ള സ്നേഹം അറിയണമെങ്കിൽ നീ കൊടുക്കണ ഈ നല്ല കാര്യങ്ങൾ ഒന്ന് കൊടുക്കാതിരുന്നാൽ തനി സ്വഭാവം അറിയുന്നു. ദൈവം പറഞ്ഞു, ജോബിനെ എനിക്കറിയാം, എൻ്റെ ജോബ് എന്നെ വിട്ടു പോവില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ദൈവം സാത്താനോട് പറഞ്ഞു, എൻ്റെ ജോബേ, നീ വിചാരിക്കണ ഇങ്ങനെ ഈ ഓലപ്പാമ്പ് കാണുമ്പോഴത്തേനും അങ്ങോട്ട് ഇങ്ങോട്ട് ചാഞ്ചാടുന്ന ആളൊന്നും അല്ലട്ടാ, എൻ്റെ പുത്രനാ, എനിക്ക് യോഗ്യനാ, അവൻ എന്ത് വന്നാലും ഉറച്ചു നിൽക്കും, സമ്പത്ത് കണ്ടിട്ടൊന്നുമല്ല എന്നെ സ്നേഹിക്കണത് എന്ന് ദൈവം സാത്താനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സാത്താൻ പറഞ്ഞു, കാണാം, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. ജോബിന് പെട്ടെന്ന് എല്ലാം കൂടെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ശരീരം മുഴുവൻ രോഗം പിടിച്ച്, മക്കളെല്ലാം മരിച്ച്, സമ്പത്ത് നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം തകർന്നു. പ്രളയം വന്നു എന്ന് വിചാരിച്ചാൽ മതി, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ജോബ് പിന്നെ ബാക്കിയൊരു ശരീരം ഉണ്ടായിരുന്നു, ആരോഗ്യമുള്ള ശരീരം, പിന്നെ ഭാര്യയും. അപ്പോൾ എന്തായി, ഈ ശരീരം മുഴുവൻ മുമ്പേ പറഞ്ഞ മാതിരി തല തൊട്ട് കാല് വരെ വ്രണമായി. ആ വ്രണമല്ല, ഈ ഓടിൻ്റെ കഷ്ണം എടുത്തിങ്ങനെ മാന്തി ജോബിങ്ങനെ ഇരിക്കുമ്പം ജോബിൻ്റെ ഭാര്യ വന്നു. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-10 വരെയുള്ള ആ സമയത്ത് ഭാര്യ രംഗപ്രവേശം ചെയ്ത് ജോബിൻ്റെ ശരീരത്തെ സാത്താൻ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിൽ ഇരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. ഓട്ട് കഷ്ണിട്ട് മാന്തുക. അപ്പോൾ അവൻ്റെ ഭാര്യ പറയാണ്, നീ ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് പോയി ചാകു മനുഷ്യ. ആ ഭാര്യ ഇത്രയും കാലം ഒരുമിച്ച് പാട്ടുപാടി, ഒരുമിച്ച് സ്തുതിച്ച്, ഒരുമിച്ച് ആരാധിച്ച്, ഒരുമിച്ച് ധ്യാനം കൂടി, ഒരുമിച്ച് പള്ളിയിൽ പോയി, ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന, ഒരുമിച്ച് ബൈബിൾ വായിച്ച് കയ്യും കോർത്ത് നടന്നതാണ്. ഇപ്പം എന്തായി? ഇപ്പം ഇങ്ങനെയായി. ഇതാണ് നമുക്ക് വരുന്നൊരു ഒരു ടെസ്റ്റ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. മണൽ മാന്തി ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ദൈവമായ നല്ല ബന്ധത്തിൽ ആധ്യാത്മിക ജീവിതം പടുത്തുയർത്താത്തൊരു മകനാണോ മകളാണോ നീ? അപ്രതീക്ഷിതമായി ദുരിതങ്ങൾ വരുമ്പോൾ, അപ്രതീക്ഷിതമായി സാമ്പത്തിക നഷ്ടങ്ങൾ വരുമ്പോൾ, ബിസിനസ് എല്ലാം പരാജയപ്പെട്ട് വട്ടപൂജ്യമാകും, ചിലപ്പോൾ മൈനസിലേക്ക് പോകും. തീരാത്ത കട, 30-40 കോടി കടമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ബാലൻസൊക്കെ തെറ്റും. ആ സമയത്ത് ആകാശമില്ല, ഭൂമിയില്ല, ഇങ്ങനെ മുടി വലിച്ചു പറിക്കാൻ തോന്നും. അതുപോലെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭാര്യ അങ്ങോട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് പറയുക, നീ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കുക. അപ്പോൾ ജോബ് അങ്ങനെ മണലിൽ ഭവനം പണിത ഭോഷനായ മനുഷ്യനായിരുന്നില്ല. ജോബ് മണൽ മാന്തി ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസ ജീവിതം പടുത്തുയർത്തിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഉടനെ പറയുകയാണ്, ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോഴും ജോബ് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച്, സമ്പത്തിനെ അല്ല, സുഖലോലഭതയല്ല, സ്ഥാനമാനങ്ങളല്ല, ശരീരത്തിൻ്റെ സുസ്ഥിതിയല്ല. രോഗം വന്നാലും എല്ലാവരും കൂട്ടുകാരും ഉപേക്ഷിച്ചു, നാട്ടുകാരും ഉപേക്ഷിച്ചു, ബന്ധുക്കൾ ഉപേക്ഷിച്ചു, ഒറ്റ മനുഷ്യനിപ്പോൾ തിരിഞ്ഞു നോക്കണില്ല. ആകെ ഈ ലോകത്ത് ഒരേ ഒരാൾ മാത്രം ഇപ്പോൾ കൂടെയുള്ളത് ഭാര്യയാണ്. ആ ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോഴും ജോബ് പറഞ്ഞില്ല, ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കില്ല. ആർക്കൊക്കെ വേണമെങ്കിൽ, എല്ലാവർക്കും വേണമെങ്കിൽ എന്നെ ഉപേക്ഷിക്കാം, പക്ഷെ ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കില്ല. അദ്ദേഹം ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി തകർച്ചകളും നഷ്ടങ്ങളും നിന്ദാപമാനങ്ങളും ഉണ്ടാകുമ്പം നാം അടിത്തറ പാറയിലാണെങ്കിൽ
എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് നല്ല ബന്ധത്തിൽ ഇപ്പോൾ തന്നെ നമ്മൾ നല്ല കാലത്ത് ദൈവമായിട്ട് നല്ല ബന്ധത്തിലായാൽ അന്ന് ബന്ധം ഒലയില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, ദൈവത്തിൽ ഗാഢമായി അവർക്ക് വിശ്വാസം ഉണ്ടാവും. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒന്ന് ജോബിനെ പോലുള്ള മനുഷ്യരുണ്ട്, മറ്റൊന്ന് ജോബിൻ്റെ ഭാര്യനെ പോലുള്ള മനുഷ്യരുണ്ട്. തിരിച്ചടികൾ വന്ന് പ്രശ്നം വന്ന് ഉടനെ നമുക്ക് ശാപങ്കായി നിരാശയായി, എന്തിനെങ്ങനെ കൊന്തയിലാണ്, എന്തിനെങ്ങനെ പള്ളിയിൽ പോണത്, എന്തിനെങ്ങനെ ധ്യാനം കൂടുന്നത്, എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്നാ കാര്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാഘവ ബുദ്ധിയോടെ ദൈവിക കാര്യങ്ങളെ തുച്ഛീകരിച്ച് സംസാരിക്കുക, ദൈവിക കാര്യങ്ങളെ തുച്ഛീകരിച്ച് കാണുക, വില കുറച്ച് കാണുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ജോബ് പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെതിരെ ചിന്തിക്കില്ല, സംസാരിക്കില്ല. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 17 മുതൽ 19 വരെ വാക്യങ്ങൾ. എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. അപ്പോഴേ ആകെ ഒരാൾ ലോകത്തിൽ അടുത്ത് വരുന്നത് ഭാര്യ മാത്രമാണ്. ആ ഭാര്യ തന്നെ അറപ്പ് കാട്ടി, ഈ ശവം മരിച്ചില്ലേ എന്ന് ചോദിച്ച്, അതുപോലെ അങ്ങനെ ചീത്ത വിളിച്ച്, പോയി ചാകു മനുഷ്യ എന്ന് പറഞ്ഞ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറപ്പ് കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തള്ളി വെച്ചിട്ട് അങ്ങോട്ട് പോകും. എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു, എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദാപാത്രമായി, കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു, എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു, എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു. ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു. ഓക്കെ, ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലിയ വേദനയുടെ ഒരു മേഖലയാണ് ഈ പറയണത്, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും വേദന. 19-ാം അധ്യായത്തിൽ 23 തൊട്ട് 26 വരെ വാക്യങ്ങൾ. എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്നെങ്കിൽ, ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എനിക്ക് ന്യായം നടത്തി തരുന്ന എൻ്റെ ദൈവമുണ്ട്. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ എന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈ കാണുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണമല്ല. എനിക്ക് ദൈവമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊള്ളും. ദൈവത്തിന് കഴിയും. ദൈവത്തിൽ വിശ്വാസം അവൻ ഏറ്റു പറയുകയാണ്. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും, എൻ്റെ മാംസത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ കാണും, എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ ദുരിതങ്ങൾ വരുമ്പോൾ അനേകം കുടുംബങ്ങൾ, അനേകം ദൈവമക്കളെ സാത്താൻ പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ഉപേക്ഷിക്കുക, ദേവാലയത്തിലേക്ക് പോകുന്നത് ഉപേക്ഷിക്കുക, വിശ്വാസം ഉപേക്ഷിക്കുക. ദൈവ നിഷേധത്തിലേക്കും നിരീശ്വര ചിന്തയിലേക്കും യുക്തിവാദത്തിലേക്കും സാത്താൻ എന്നെയും നിങ്ങളെയും വലിച്ചിഴയ്ക്കും. അവനോ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു, ഇനി ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെടുത്തണം എന്ന് വിചാരിച്ച് സാത്താൻ നമ്മളുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് വൈദികരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, മുതിർന്നവരുടെ ജീവിതത്തിലുണ്ട്, യുവതിവാക്കന്മാരുടെ ജീവിതത്തിലുണ്ട്, കുട്ടികളുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ഫൈറ്റ് ഫോർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ വേണ്ടി അധ്വാനിക്കുക, വിശ്വാസത്തിന് വേണ്ടി ആത്മീയമായ യുദ്ധത്തിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിലേക്ക്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആത്മീയമായി യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിലേക്ക്. ജോബ് ആത്മീയമായി അടിക്കടി പിടിച്ചു നിന്നു. അവൻ വിശ്വാസം പറഞ്ഞു, അവൻ ദൈവകൃപയുടെ വചസ്സുകൾ പറഞ്ഞു, അവന് ദൈവം അതിന് പ്രതിസമ്മാനം കൊടുത്തു. ദൈവ നിഷേധത്തിലേക്ക് നാം വീണു പോകുന്ന രണ്ടാമത്തെ മണ്ഡലമാണ് നമ്മൾ ആത്മീയമായി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ യഥാർത്ഥമായി ദൈവത്തോട് സ്നേഹമില്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പരീക്ഷണം ഉണ്ടാവും. ആ പരീക്ഷണ സമയത്ത് നമ്മൾ വീണ് പോകും. അന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയും, ഇത്രയും കടന്ന് ചത്ത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഇത്രയും കടന്ന് നമ്മൾ അലതല്ലിപ്പം പള്ളിക്ക് വേണ്ടി പണിയെടുത്തു, അല്ലെങ്കിൽ അധ്വാനിച്ചു, ധ്യാനത്തിന് വേണ്ടി അധ്വാനിച്ചു, ശുശ്രൂഷ ചെയ്തു, എന്ത് കാര്യം? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, 25 വർഷം വചനം പ്രഘോഷിച്ചു, എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. ഒരു വികാരിച്ചനാണ് ഇങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ മാറി മാറി കുറേ പള്ളികളിൽ ഇരുന്ന് കുറേ കാലം അധ്വാനിച്ചു, എന്ത് കാര്യം? ആരുണ്ട് ഇതൊക്കെ കാണാൻ?
നിങ്ങളാണ് ഇങ്ങനെ പറയും, 10-25 വർഷം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, എന്ത് കാര്യം? ഇതിനേക്കാൾ വരെ അപ്പുറത്ത് അവരൊക്കെ നോക്കിയേ, ഒരു കേട്, അവർ പള്ളിയിൽ പോകണില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, അവർക്ക് നല്ല ഉയർച്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണോ ഉയർച്ചയാണ് അന്വേഷിക്കുന്നത്? മലാക്കി പ്രവാചകന ഗ്രന്ഥം 3-ാം അധ്യായം 13 മുതൽ 18 വരെ വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ഇതാണ് അടുത്തൊരു മേഖല. എന്നും പള്ളിയിൽ പോവുക, എന്നും പ്രാർത്ഥിക്കുക, എല്ലാ വിധത്തിലും ക്ഷമിച്ചും സഹിച്ചും ദൈവവചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ അപ്പുറത്തെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ച് തോന്നിയതെല്ലാം ചെയ്ത് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ടുന്നത് പോലെ എന്തെല്ലാം തോന്നിയതൊക്കെ ചെയ്ത് നടന്ന് അവർക്കൊന്നൊരു കുഴപ്പമില്ല. ഈ ക്ഷമിച്ച് ഈ വചനം അനുസരിച്ച് ഇങ്ങനെ ഇത്രയും കാലം ജീവിച്ചപ്പോൾ അവരുടെ മേൽ തന്നെ പിന്നെയും ഓരോ ഭാരങ്ങൾ. ദൈവത്തെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. ഇതൊരു കഠിനമായ പാപത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 26 തൊട്ട് 29 വരെ വാക്യങ്ങൾ. കനത്ത പരിചയമേന്തി ധിക്കാരപൂർവം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ മുഖവും അരയും മേധസ്സുകൊണ്ട് മൂടിയിരിക്കുന്നു. വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട്. നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ. അവൻ സമ്പന്നനാവുകയില്ല, അവൻ്റെ ധനം നിലനിൽക്കുകയില്ല, അവൻ ഭൂമിയിൽ വേര് പിടിക്കുകയില്ല. അവൻ ശൂന്യതയിൽ ആശ്രയിച്ചു, ശൂന്യതയായിരിക്കും അവനുള്ള പ്രതിഫലം. എന്ന് പറഞ്ഞാൽ നമ്മൾ തലകുത്തി മറിഞ്ഞ് അധ്വാനിക്കും, ഏറ്റവും അവസാനം വരെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ജീവിതം മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ തളർന്നു പോകാനുള്ള ഒരു കാരണം ഇതുപോലുള്ള അതികഠിനമായ നിഷേധമാണ്. ദൈവത്തെ നിഷേധിക്കുന്ന 3-ാമത്തെ മണ്ഡലം. ഒരു ദൈവ പൈതൃക ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച് കൈപിടിച്ച് ഉയർത്താൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തെ നിഷേധിക്കാൻ സാത്താൻ കൗശലപൂർവ്വം കെണിവെക്കും. അപ്പോൾ എസെക്കിയേൽ പ്രവചനത്തിൽ 29-ാം അധ്യായം 9-10 തിരുലിഖിതങ്ങൾ, ഞാനാണ് കർത്താവ് എന്ന് അവർ അപ്പോൾ അറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണത് ഉണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സെവനഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. നമുക്ക് ദൈവം നല്ല അനുഗ്രഹം തന്നു, ബുദ്ധി തന്നു, സ്ഥാപനം ഉണ്ടാക്കി, ബിസിനസ് ഉണ്ടാക്കി, ഫാക്ടറി ഉണ്ടാക്കി, കടയുണ്ടാക്കി, കൃഷിസ്ഥലം ഉണ്ടാക്കി, വീടുണ്ടാക്കി, ഇതെല്ലാം ആയി കഴിയുമ്പോൾ പറയുകയാണ്, ഇതൊക്കെ ഞാനുണ്ടാക്കിയതാണ്, ഇതെല്ലാം ഞാനുണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും കഴിവും നല്ല ഉയർച്ച എല്ലാം ദൈവം തന്ന് അനുഗ്രഹിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കുടുംബത്തെ തകർക്കാൻ നമ്മുടെ ഉള്ളിലൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കും. ഇതെൻ്റേതാണ്, എനിക്കിഷ്ടം പോലെ ഞാൻ ചെയ്യും, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എനിക്കിഷ്ടം പോലെ ഞാനിത് ചെയ്യും. ഇങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ പറയുക, ഇത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ഒരു കെണിയാണ്. ദൈവം പറയാണ്, അങ്ങനെ ചിന്തിക്കുകയും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലോ ഒരു സമൂഹമോ ഒരു ഇടവകയോ ആകട്ടെ, കഫർനാമേ നീ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടുവെന്നോ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ഈ വചനം അങ്ങനെ നിലനിൽക്കുകയാണ്. ഇന്ന് വീട്ടിൽ സമൃദ്ധി എല്ലാം കുമിഞ്ഞുകൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ഇല്ലാതായി. ഒട്ടും പ്രാർത്ഥിക്കാൻ നേരമില്ല. മക്കൾ പഠിച്ച് പണ്ട് അത്യാവശ്യം പ്രാർത്ഥന ഉണ്ടായിരുന്നതാ. പഠിച്ച് 10ാം ക്ലാസ് ആയപ്പോൾ കുറച്ച് കുറഞ്ഞു, പിന്നെ MBA എടുത്തു, അല്ലെങ്കിൽ ഡിഗ്രി എടുത്തു, ജോലിയായി. ഓരോ ഉയർച്ച അനുഗ്രഹവും വരുന്നതനുസരിച്ച് കുടുംബത്തിൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന അന്തരീക്ഷം കൂടി വരികയാണ്. പണ്ട് നടന്ന് പള്ളി കൊണ്ടുവരുന്ന സമയത്ത് 7:45 കുർബാനയെങ്കിൽ 7 മണിക്ക് നടന്ന് പള്ളി എത്തുമായിരുന്നു. ഒരു 4-5 കിലോമീറ്റർ നടന്ന് 1 മണിക്കൂറും 1.5 മണിക്കൂറും നടന്ന് കുർബാനയ്ക്ക് അരമണിക്കൂർ മുമ്പ് പള്ളിയിലെത്തി കാലും കൈയൊക്കെ കഴുകി പള്ളിക്കുള്ളിൽ കയറുന്ന പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ വീടായി, റോഡായി, വണ്ടിയായി, കൃത്യം 7:45 മണിയടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വരും, പള്ളിയിൽ കയറും, അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോകും.
ദൈവിക കാര്യങ്ങൾക്കും ദേവാലയ കർമ്മങ്ങൾക്കും ഒട്ടും സമയമില്ലാതായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ലോകത്തിൽ ആരാണ് കൂടുതൽ സാത്താൻ സേവ ചെയ്യുന്നത്? ആരാണ്? എന്നും കൂലിപ്പണിക്ക് പോയി ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊന്നല്ല. ദൈവം അനുഗ്രഹിച്ച് ഒരു ലെവലിലെത്തി കഴിഞ്ഞപ്പോൾ സാത്താൻ സേവയാണ്. ഇപ്പോൾ ദൈവത്തെ വേണ്ട, സാത്താൻ സേവയാണ്. പിന്നെ ആരാണ് സ്വന്തം ശരീരം കൊണ്ട് സൗന്ദര്യം കൊണ്ട് അനേകരെ വഴിതെറ്റിച്ച് പാപത്തിലേക്ക് നയിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ലോകത്തിൽ ദൈവവചനം ലംഘിക്കാനും ദൈവവചന ലംഘനത്തിൻ്റെ കൂടാരങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ആരാണ് മുന്നിട്ടിറങ്ങണത്? ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി വരും. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങൾ. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി കഴിയുമ്പോൾ, നല്ല വീടുകൾ പണിത് അവയിൽ താമസിച്ച് കഴിയുമ്പോൾ, നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും വെള്ളിയും സ്വർണവും വർദ്ധിച്ചു വരികയും സകലത്തിലും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ അഹങ്കരിക്കുകയും നിങ്ങളുടെ ദൈവത്തെ മറക്കുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ പഠിച്ച് നല്ല ലെവലിലായി, അല്ലെങ്കിൽ അധ്വാനിച്ച് എല്ലാം നല്ല വിധത്തിലായി കഴിയുമ്പോൾ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ മറക്കരുത്. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, ആകാശമേ കേൾക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി. അവർക്ക് കൂടാരം അടിക്കുന്നതിന് വേണ്ടി സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവരുടെ മുമ്പേ ഞാൻ നടന്നു. അങ്ങനെ ലെബനോനിലെ ദേവദാരു പോലെ ഞാൻ അവനെ വളർത്തി. പഠിക്കാൻ കഴിവ് കൊടുത്തു, പ്രസംഗിക്കാൻ കഴിവ് കൊടുത്തു, അവന് സാധാരണക്കാൾ കൂടുതൽ ബുദ്ധി കൊടുത്തു, ആരോഗ്യം കൊടുത്തു. അവൻ പ്രസംഗിച്ച് ഇന്ന് ദൈവത്തിനും സഭയ്ക്കും എതിരെ പ്രസംഗം ആരംഭിച്ചു. ഒരുപാട് ആത്മാക്കളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നിഷേധിയായി അവൻ മാറി. സമ്പത്ത് കൊടുത്തു, ജോലി കൊടുത്തു, ജോലി കഴിഞ്ഞ് ശമ്പളം കൂടി വന്ന് അങ്ങനെ ഉയർന്നു വന്നപ്പോൾ ആ ജോലി കൊടുത്ത കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റ് കൂടെ കൂടുതൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ബ്രാൻഡിക്കുപ്പിയുമായി വീട്ടിലേക്ക് വന്നു. അത് പൊട്ടിച്ച് കൂട്ടുകാരെ കൂടി അർമാദിക്കാൻ തുടങ്ങി. സന്ധ്യാപ്രാർത്ഥന സമയത്ത് കൂട്ടുകാരും കൂടി കുടുംബത്തിൽ കടന്ന് വലിയ അരാജകത്വവും വലിയ അർമാദിക്കുന്ന വലിയ തരത്തിലുള്ള സുഖലോലുപത്തിൽ കൂത്താട്ടമായി മാറി. ഈ സമയം കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മകനേ, എൻ്റെ മകളെ, പിതാവായ ദൈവം വാത്സല്യമാവുന്ന മഞ്ഞ് കണം കൊണ്ട് പൊതിയുന്ന സമയമാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. കൈകൾ കൂപ്പി മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ എല്ലാ അഹങ്കാരത്തിൻ്റെ മേലും കൃപയില്ലാത്ത അവസ്ഥയുടെ മേലും കരുണ തോന്നണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ, യേശുവേ. എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നു അത്രയും ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. ഹൃദയം നുറുങ്ങി. യേശുവേ, 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 യേശുവേ.